കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറാണ് ഞാൻ ലാസ്റ്റായിട്ടൊരു ലോങ് വീഡിയോ ചെയ്തത്. പിന്നെ അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറേ പേരുടെ കമൻറ്റ്സ് കാണുന്നുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ചെയ്യാമോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണമല്ലേ വരുന്നത്, അപ്പോൾ ഒരു ഓണം ലുക്കിൽ തന്നെ തുടങ്ങാമെന്ന്. ഇന്നത്തെ എൻ്റെ ഈ ഒരു ലുക്ക് ഞാൻ കൂടുതലും ലോറിയൽ ആൻഡ് മേബലിൻ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡാൽബയുടെ ഈ ഒരു സെറമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്കിൻ കുറച്ചൊരു ഗ്ലോയി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ലുക്കിൽ ഞാൻ കൺസീലറോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ലോറിയലിൻ്റെ ഈ ഒരു കുഷൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ. ഇപ്പം എവറിഡേ മേക്കപ്പ് ആയാലും ഒരു ഇവൻറ്റിന് പോയാലും എല്ലാം ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തേതാണ്. 2 എണ്ണം ഓൾറെഡി ഫുള്ള് തീർന്നു, ഇതും ഓൾമോസ്റ്റ് തീരാറായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തീരും, അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് ടിർട്ടറിൻ്റെ കുഷൻ ഫൗണ്ടേഷനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ടിർട്ടറിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ 1-2 തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഫുൾ കവറേജ് കിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾമോസ്റ്റ് കവറാകും. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ സ്കിൻ പോലെ തന്നെ ഇരിക്കുള്ളൂ, ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീല് തോന്നത്തില്ല. ഒരുപാട് ഡാർക്ക് സർക്കിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ കൺസീലർ അപ്ലൈ ചെയ്യാതെ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നെക്കിലും കൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിപ്പം എവറിഡേ ലുക്കിനും ലൈക്ക് ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടണമെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ലൂസ് പൗഡർ വെച്ചിട്ട് കണ്ണിൻ്റെ അവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കെ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ലെൻസ് ഓലൻസിൻ്റെ ഈ ഒരു ഫ്രഞ്ച് ഷൈൻ എന്ന് പറയുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണിത്. പക്ഷേ കണ്ണിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗ്രേ ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. എനിക്ക് ഓലൻസിൻ്റെ ലെൻസാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഓലൻസിൻ്റെ ലെൻസ് തന്നെയാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ഓലൻസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ലൂസ് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാൻ കണ്ണിൻ്റെ അവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ചെറിയൊരു ഗ്ലോയി ലുക്ക് വേണമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൂസ് പൗഡർ അപ്ലൈ ചെയ്തു. ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലോറിയലിൻ്റെ ബ്രോ ലാമിനേഷനാണ് എടുക്കുന്നത്. ഐബ്രോ പൗഡർ ഞാനിന്ന് യൂസ് ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ആദ്യം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി. ഈ ഐബ്രോയും കൂടി ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ ഈ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പില്ലേ, ആ ഒരു ഭാഗം നമുക്ക് ലോറിയലിൻ്റെ ഈ ഒരു ബ്രോ ടിൻ പെൻ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ബ്രഷ് ഭയങ്കര തിന്നായതുകൊണ്ട് ചെറിയ തിന്നായിട്ടുള്ള സ്ട്രോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം അതൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐബ്രോയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ആദ്യം നമുക്കൊരു ബേസ് ഇടാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലൈറ്റമർ ഫേസ് പാലറ്റാണ്. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐലിഡിൽ ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവേ.
ഇനി ഞാൻ നൈക്കയുടെ ഈ ഒരു ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. ഐലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് ഞാൻ എടുക്കുന്നത്. ഇത് മാൾസിൻ്റെ ഐലൈനർ ബ്രഷാണ് കേട്ടോ. ആദ്യം ഒരു വിങ് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ള ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി ബേസ് ഇട്ട് ആ ബ്രഷ് വെച്ചിട്ട് വെള്ളമൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷിൽ കൺസീലർ ചെറുതായിട്ട് എടുത്തിട്ട് വിങ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഐസിൻ്റെ ഈ ഒരു കോർണറും കൂടി ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വാട്ടർ ലൈനിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാവേ. ഇനി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഷെയ്ഡ് വെച്ചും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി സെയിം ഷെയ്ഡ് വെച്ച് തന്നെ താഴെയും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്യാവേ. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. നമുക്ക് മേബലിൻ്റെ ഈ ഒരു സ്കൈ ട്യൂബ് മസ്കാര എടുക്കാം. ഇത് മേബലിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത മസ്കാരയാണ്. ഇനി താഴെയും കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ ഫേക്ക് ലാഷസ് വെക്കുന്നില്ല, മസ്കാര മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്ക് അത്യാവശ്യം ലാഷസ് ഉള്ളത് കൊണ്ട് മസ്കാര ഇടുമ്പോൾ അത് കുറച്ചും കൂടി എടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഫേക്ക് ലാഷസ് യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് ബ്ലഷും ഹൈലൈറ്ററും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാം. ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ മേബലിൻ്റെ ഈ ഒരു ക്ലൗട്ടോപ്പിയ ചീക്ക് ആൻഡ് ലിപ് ടിൻ്റ് ആണ് എടുക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷെയ്ഡിൻ്റെ നെയിമും നമ്പറും ഒക്കെ സൈഡിൽ കൊടുത്തേക്കാവേ. ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നോസിലും കൂടി കുറച്ച് അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റർ ഞാൻ ഈ ഒരു ലോറിയലിൻ്റെ ലൂമിലെ ഗ്ലാസ്റ്റിക് ആണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഗ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലാസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഹൈലൈറ്റർ ഇതാണ്. ഇതും കയ്യിൽ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഒരു നാച്ചുറൽ ഗ്ലാസ് ലുക്ക് ഫിനിഷ് കിട്ടും. ലിപ് ലൈനർ ഞാൻ മേബലിൻ്റെ ലിഫ്റ്റർ ലൈനറാണ് എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ മേബലിൻ്റെ ഈ ഒരു ടെഡി ടിൻ്റ് ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഹെയർ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്, കെട്ടിവെക്കണോ അഴിച്ചിടണോ എന്ന്. എന്തായാലും ഞാൻ ഹെയറും കൂടി ചെയ്തിട്ട് വരാം. അങ്ങനെ ഹെയർ ഞാൻ സെറ്റ് ചെയ്തു. ഹെയർ ചെയ്യുന്ന വീഡിയോ എടുക്കാഞ്ഞത് ബാറ്ററി ഓൾറെഡി തീരാറായിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും ഓഫായി പോയാലോ എന്ന് ഓർത്തിട്ടാണ്. ഇനി ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഇയറിങ്സ് ഇടാം. ഓൾറെഡി കമ്മൽ നല്ല വലുതായതുകൊണ്ട് ഞാൻ മാല ഇടുന്നില്ല. 2 സെറ്റ് ബാംഗിൾസ് ഉണ്ട്. ഇത് മിക്സ് ആക്കി ഇടാം. ഇനി പൊട്ടും കൂടി വെക്കാം. ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നില്ല. ഡാൽബയുടെ ഈ ഒരു സെറം ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഗ്ലോയി ഫിനിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടിരുന്നു, സ്കിൻ കെയർ വീഡിയോ ചോദിച്ചിട്ടും ഹെയർ കെയർ വീഡിയോ ചോദിച്ചിട്ടും അതുപോലെ തന്നെ ഐ മേക്കപ്പ് വീഡിയോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാനൊരു 2-3 ഓണം ലുക്ക് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഉടനെ വരുന്നതായിരിക്കും.